പത്തനംതിട്ടയിലെ പാസ്റ്ററെ മർദ്ദിച്ച സംഭവം നടന്നിട്ട് 2 ദിവസങ്ങൾ പിന്നിട്ടു. പ്രതീക്ഷിച്ചതുപോലെ കേസ് വേണ്ട എന്ന് സെൻട്രൽ പാസ്റ്റർ പറഞ്ഞതിനെ തുടർന്ന് പ്രതിയെ പോലീസ് വിട്ടയച്ചു. ഒരു പുരോഹിതനെ ഒരു മടിയും കൂടാതെ കുത്തിനു പിടിക്കാനും തല്ലുവാനും ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു? കേരളത്തെപ്പോലെ മതസൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരിടത്ത്, പ്രത്യേകിച്ച് പത്തനംതിട്ട പോലെ ഒരു ജില്ലയിൽ ഈ ക്രൂരകൃത്യം ചെയ്യാൻ ഇയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചിന്തിക്കാത്തവർ വളരെ കുറവാണ്. ഇയാൾ ഒരു മർത്തോമാക്കാരനാണെന്ന് പറയുന്നു. അയാൾ പറയുന്നത് പോലെയുള്ള ശബ്ദശല്യം അവിടെയില്ല. ഹാളിൽ വയ്ക്കുന്ന സ്പീക്കറുകൾ മാത്രമാണ് അവിടെയുള്ളത്. അതുമല്ല, സെൻറ്റർ പാസ്റ്റർ ഉറക്ക സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല. എന്നിട്ടും അദ്ദേഹത്തിനേറ്റ മർദ്ദനം ലോകമെമ്പാടുമുള്ള ദി പെന്തക്കോസ്ത് മിഷൻകാരെ മാത്രമല്ല, പെന്തക്കോസ്ത് സമൂഹത്തെ ഒന്നാകെ വേദനിപ്പിച്ചു എന്നതാണ് സത്യം. പാസ്റ്ററോട് കാണിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായിപ്പോയി എന്ന് കരുതുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇത് സംബന്ധിച്ച് പ്രശസ്ത കൺവെൻഷൻ പ്രസംഗകൻ റവറൻഡ് ജോർജ് മാത്യു പുതുപ്പള്ളി ഹൃദയത്തിൽ തട്ടുന്ന ഒരു ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിങ്ങനെയാണ്: സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പത്തനംതിട്ട TPM സഭ സെൻട്രൽ പാസ്റ്റർ KJ ഫിലിപ്പോസ് അഥവാ കുഞ്ഞുമോൻ പാസ്റ്റർ നേരിട്ട ക്രിസ്തീയ പീഡനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഏറെ ദുഃഖവും അദ്ദേഹം സ്വീകരിച്ച നടപടി കേട്ടപ്പോൾ ഏറെ സന്തോഷവും അത്ഭുതവും തോന്നി. ഈ നാളുകളിൽ ക്രിസ്തീയ ശുശ്രൂഷകർ പലപ്പോഴും ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ക്രൂശിൽ യേശു കർത്താവ് ശത്രുക്കളോട് ക്ഷമിച്ചതുപോലെ അദ്ദേഹവും തന്നെ മർദ്ദിച്ച വ്യക്തികളോട് ക്ഷമിച്ചു. തനിക്ക് പരാതിയോ കേസോ ഇല്ലെന്നും മർദ്ദിച്ചവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്നും അദ്ദേഹം പ്രതികരിച്ചു. കാൽവറിയിലെ ക്ഷമ സ്വജീവിതത്തിൽ പ്രായോഗികമാക്കി കാട്ടി. ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭകളിൽ വംശനാശം സംഭവിച്ച ക്ഷമയുടെ പ്രക്രിയ അദ്ദേഹം പുനരാവിഷ്കരിച്ചു. കുഞ്ഞുമോൻ പാസ്റ്റർ എനിക്ക് ജ്യേഷ്ഠതുല്യനായ പ്രിയ സുഹൃത്താണ്. ഞാൻ അദ്ദേഹം ഉൾപ്പെട്ട TPM സഭയിലെ അംഗമോ വിശ്വാസിയോ അല്ല. എങ്കിലും വ്യക്തിപരമായി അദ്ദേഹവുമായി സ്നേഹബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. എൻ്റെ ഭാര്യ സാലിയുടെ സഹോദരിയും കുടുംബവും അദ്ദേഹത്തിൻ്റെ സഭയിലെ വിശ്വാസികളാണ്. എൻ്റെ മൂത്ത സഹോദരിയും കുടുംബവും TPM സഭാവിശ്വാസികളാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു സംഭവം മിന്നൽ വേഗതയിൽ ഓർമ്മയിലെത്തി. ആ സമയത്ത് എൻ്റെ പിതാവും മാതാവും ഓർത്തഡോക്സ് സഭാവിശ്വാസികളായിരുന്നു. എന്നാൽ അമ്മയുടെ അമ്മ ഒരു രോഗസൗഖ്യത്തെ തുടർന്ന് TPM, അന്ന് സിലോൺ പെന്തക്കോസ്ത് മിഷൻ സഭാവിശ്വാസിയായി. എൻ്റെ പിതാവിൻ്റെ അമ്മ ഓർത്തഡോക്സ് സഭയിലെ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ഉറ്റ ബന്ധുവായിരുന്നു. കുടുംബമഹിമയും തൻ പ്രമാണിത്വവും കാട്ടുന്നതിൽ വല്യമ്മച്ചി മുൻപന്തിയിലായിരുന്നു. അക്കാലത്ത് അമ്മായിയമ്മ പോര് പല കുടുംബങ്ങളിലും നിലനിന്നിരുന്നു. വല്യമ്മച്ചിയും എൻ്റെ അമ്മയോട് നല്ല രീതിയിൽ അമ്മായിയമ്മ പോര് കാട്ടിയിരുന്നു. എൻ്റെ അമ്മ വെറും പാവമായിരുന്നതിനാൽ വല്യമ്മച്ചി ഉപദ്രവിക്കുന്ന കാര്യം എൻ്റെ പിതാവിനോട് പറയാതെ ഉപദ്രവം സ്വയം സഹിക്കുമായിരുന്നു. എന്നാൽ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ ഇക്കാര്യം അമ്മയുടെ അമ്മയോട് പറയുമായിരുന്നു. 5 വയസ്സുള്ളപ്പോൾ ഞാനും അമ്മയുടെ കൂടെ അമ്മ വീട്ടിൽ പോയി. ആ സമയത്ത് പ്രാർത്ഥിക്കുവാൻ TPM സഭയിലെ മൂപ്പനും സഹോദരിമാരും അവിടെ എത്തി. അപ്പോൾ അമ്മയുടെ അമ്മ TPM മൂപ്പനോട് പറഞ്ഞു, ഉപദേശി, എൻ്റെ മകൾ മറിയാമ്മയെ അവളുടെ അമ്മായിയമ്മ ദേഷ്യം വരുമ്പോൾ അടിക്കാറുണ്ട്. ഇനി അവളെ അടിക്കാതിരിക്കാൻ ഉപദേശി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കങ്ങര ബേബിമാഷ് എന്നു പേരുള്ള ഒരു TPM മൂപ്പനാണ് അവിടെ വന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹവും സഹോദരിമാരും സ്തോത്രം ചെയ്യാൻ തുടങ്ങി. 5 വയസ്സുകാരനായ ഞാൻ അത്ഭുതത്തോടെ അവരുടെ പ്രാർത്ഥന നോക്കിക്കൊണ്ടിരുന്നു. മൂപ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവെ, ഇനി മുതൽ മറിയാമ്മയെ അവളുടെ അമ്മായിയമ്മയെ അടിക്കാതെ അവരുടെ 2 കൈകളെയും അവിടുന്ന് ബന്ധിക്കണമേ. എല്ലാവരും ചേർന്ന് ആമേൻ പറഞ്ഞു. ഞങ്ങൾ തിരികെ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞ് മുക്കൂട്ടുതറയിൽ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വല്യമ്മച്ചി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും എൻ്റെ പിതാവിൻ്റെ ജീപ്പിൽ പോകുമ്പോൾ മണിമല വനത്തിൽ വെച്ച് മഴയത്ത് ജീപ്പ് നിയന്ത്രണം വിട്ട് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. ഞങ്ങളെല്ലാവരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ വല്യമ്മച്ചിയുടെ 2 കൈകളും ഒടിഞ്ഞു തൂങ്ങി. മാസങ്ങളോളം പ്ലാസ്റ്റർ ഇട്ട് വല്യമ്മച്ചി കട്ടിലിൽ കിടന്നു.
ആ സമയം എൻ്റെ അമ്മ വല്യമ്മച്ചിയെ നല്ലവണ്ണം ശുശ്രൂഷിച്ചു. കൈകൾ സൗഖ്യമായപ്പോൾ വല്യമ്മച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി എൻ്റെ അമ്മ മാറി. അമ്മയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചാണ് വല്യമ്മച്ചി മരിക്കുന്നത് തന്നെ. വല്യമ്മച്ചിയുടെ മാത്രം 2 കൈകൾ ഒടിഞ്ഞത് എനിക്കൊരു അത്ഭുതമായി തോന്നി. TPM സഭാമൂപ്പനും സഹോദരിമാരും വേദനയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം കൂടാതെ ആരെ ഉപദ്രവിച്ചാലും അവരുടെ ഹൃദയം തകർന്ന വേദന സ്വർഗത്തിലെത്തിയാൽ ദൈവം വെറുതെ ഇരിക്കില്ല എന്ന് വിശ്വസിക്കുവാനാണ് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത്. സഭാരാധനയിൽ ശബ്ദം കൂടിയെന്ന് പറഞ്ഞ് ആർക്കും ആരെയും ഉപദ്രവിക്കുവാൻ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ അവകാശമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യാനി മർദ്ദിച്ചാൽ ഇതര മതസ്ഥർ ക്രൈസ്തവരെ ഉപദ്രവിക്കാതിരിക്കുമോ? അപ്രകാരം ഉപദ്രവിച്ചാൽ നമുക്കവരെ കുറ്റം പറയാൻ കഴിയുമോ? പാസ്റ്റർ കുഞ്ഞുമോൻ കാണിച്ചത് യേശുക്രിസ്തു പഠിപ്പിച്ച മാതൃകയാണ്. തീർച്ചയായും അത് അഭിനന്ദനാർഹവും അനുകരണീയവുമാണ്. കാരണം കൂടാതെ ഉപദ്രവിച്ച കുഞ്ഞുമോൻ പാസ്റ്ററെ മർദ്ദിച്ച വ്യക്തികൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. വന്നില്ലെങ്കിൽ ദൈവശിക്ഷ ലഭിക്കാൻ സകല സാധ്യതയുമുണ്ട്. ദൈവം അവരെ ശിക്ഷിക്കാതിരിക്കട്ടെ. നല്ല ഒരു മാനസാന്തരം ദൈവം അവർക്ക് കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സംഭവം അറിഞ്ഞപ്പോൾ ബാല്യത്തിൽ ഞാൻ നേരിട്ട ഒരനുഭവം ബുദ്ധി ഉപദേശത്തിനായി എഴുതിയെന്ന് മാത്രം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു.